പള്ളിയിലച്ചന്മാരെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള ക്രിസ്തീയമായ ഏതൊരു ആചാരത്തെയും കല്ലെറിയുന്നൊരു രീതി ഈയിടെയായിട്ട് കൂടിക്കൂടി വരികയാണ്. ഓരോ മതങ്ങളിലും ആ മതങ്ങളുടേതായ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളെ നന്നായി കാത്തു സൂക്ഷിക്കുക, അവയുടെ ശുദ്ധി കെടാതെ സൂക്ഷിക്കുക എന്ന് കരുതി മറ്റുള്ള പാരമ്പര്യങ്ങൾ വിശുദ്ധമായി കരുതുന്നവയെ കല്ലെറിഞ്ഞ് ഉടച്ചു കളയുന്നത് അത്ര നല്ല കാര്യമാണോ? ഈയിടെയായിട്ട് കല്ലെറിയൽ കുമ്പസാരത്തിനെതിരെയായി മാറിയിട്ടുണ്ട്. G.K. ചെസ്റ്റർട്ടൺ, ആംഗലേയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ ഒരു കുറിപ്പുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുക? അവിടെ ഒരു വിമലീകരണ പ്രക്രിയ സംഭവിച്ച് അവൻ കുമ്പസാരക്കൂടെന്ന വെട്ടപ്പെട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പുതുതായി ജന്മം കൊണ്ട ഒരു 5 വയസ്സുകാരനെ പോലെ അവൻ്റെ തന്നെ ഒരു പുതു തുടക്കത്തിൻ്റെ പുലരിവട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഹീ സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ ലൈറ്റ് ഓഫ് എ വർത്തി ബിഗിനിങ് എന്നാണ് G.K. ചെസ്റ്റർട്ടൺ എഴുതുന്നത്. സത്യമാണത്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഞങ്ങളൊന്ന് സ്വസ്ഥമായി കുമ്പസാരിച്ചോട്ടെ. ഞങ്ങൾക്കത് വിമലീകരണ പ്രക്രിയയാണ്. കുമ്പസാരത്തിൻ്റെ ആഴവും അർത്ഥവും വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായ, കാനോനികമായ, കൗദാശികമായ ധാരാളം വീഡിയോകളും ലേഖനങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ചെറു വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കുമ്പസാരം എന്ന കൗദാശിക പ്രവൃത്തി ഒരു വ്യക്തിക്ക് നൽകുന്ന മാനസികമായിട്ടുള്ള പുനർജീവനത്തെക്കുറിച്ചാണ്. കാരണം ന്യൂറോട്ടിക്കായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ന്യൂറോട്ടിക്കായിട്ടുള്ള പ്രവൃത്തിയാണ് കുമ്പസാരം എന്ന മട്ടിൽ മനഃശാസ്ത്രത്തിൻ്റെ കുപ്പായമണിഞ്ഞ് ചിലരൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അതേ മനഃശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഉത്തരം നൽകേണ്ടത് ഒരു കടമയാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങേറ്റം എളിമയോടുകൂടി എൻ്റെ ഏതാനും അറിവുകൾ കോർത്തിണക്കി ഞാനിത് അവതരിപ്പിക്കുന്നു. ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ചില ന്യൂറോട്ടിക് ആയിട്ടുള്ള ആളുകളുടെ അഭയകേന്ദ്രമാണ് കുമ്പസാരക്കൂടെന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിയ ശിഷ്യനായ കാൾ യുങ് പറയുക, കൺഫെഷൻ ഈസ് ദ ബെസ്റ്റ് വേ ഫോർ എ പേഴ്സൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ മോറൽ ഐസൊലേഷൻ. അദ്ദേഹം പറയുന്നത്, സിൻ ഈസ് ആൻ ഏലിയനേഷൻ ഫ്രം വൺ സെൽഫ്, ഇറ്റ്സ് ആൻ ഏലിയനേഷൻ ഫ്രം അതേഴ്സ്, ഇറ്റ്സ് ആൻ ഏലിയനേഷൻ ഫ്രം ദ എൻറ്റയർ വേൾഡ്. എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെട്ട തുരുത്തായി മാറുന്ന അയാൾ കുമ്പസാരത്തിലൂടെ വീണ്ടും മനുഷ്യഹൃദയങ്ങളിലേക്കും തന്നിലേക്കും ഒരു പാലം പണിതെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാളിയങ് ഇതിനെ വിളിക്കുക ജോയ്ഫുൾ ഹോം കമ്മിങ്. ഇനി അദ്ദേഹം കുമ്പസാരത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ്സ് എ ഷെയറിങ് ടു എ കെയറിങ് പേഴ്സൺ. ഒരു കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സണോട് ഷെയറിങ് നടത്തുകയാണ്. ഇനി ഇതും കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യുങ് തന്നെ പറയുന്നു. കാരണം മനഃശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ തന്നെ മനഃശാസ്ത്രപരമായ ചോദ്യത്തിന് ഉത്തരം നൽകി ഞാൻ ശ്രമിക്കുകയാണ്. യുങ് തന്നെ പറയുന്നുണ്ട്, കൗൺസിലിങ്ങിൽ ഒരു എംപത്തറ്റിക് ലിസണിങ് ആറ്റിറ്റ്യൂഡോടുകൂടി ഒരാൾ കേട്ടിരിക്കുന്നു. അപ്പോൾ പറയുന്നവനൊരു ആശ്വാസം ഉണ്ടാവും. സംബഡി ഈസ് ദേർ ടു ലിസൺ ടു മീ, സോ ഐ ആം ഹീൽഡ് സം വേ. പക്ഷെ കൺഫ്യൂഷൻ സംഭവിക്കുന്ന എന്താണ്? ദൈവികമായ ഒരു ഇടപെടൽ സംഭവിക്കുന്നുവെന്ന ഉത്തമ ബോധ്യം ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഏറ്റുപറയുന്ന വ്യക്തിക്കുണ്ടാകുന്നു. അപ്പോൾ അയാളുടെ എംപവർമെൻറ്റ് ഡബ്ലി ചാർജ്ഡായി മാറുകയാണ്. കാരണം ഒരാൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ദൈവികമായ വരപ്രസാദത്തിൻ്റെ ഒരു എംപവർമെൻറ്റ് കൂടി സംഭവിക്കുന്നു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ അയാളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അങ്ങനെ പുതിയ മനുഷ്യനായി മാറുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ കുമ്പസാരക്കൂടുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് വരിക. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് പറയുന്നുണ്ട്, 2 തരത്തിലുള്ള ഗിൽറ്റ് ഉണ്ട്, ഹെൽത്തി ഗിൽറ്റ് ആൻഡ് ടോക്സിക് ഗിൽറ്റ്. വെൻ സംബഡി ഈസ് ഹോൾഡിംഗ് അപ്പ് ഇറ്റ് ബിക്കംസ് ടോക്സിക്. വെൻ സംബഡി ഈസ് ഓപ്പണിംഗ് അപ്പ് ഇറ്റ് ബിക്കംസ് ഹെൽത്തി. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് പറയുന്നു, കൺഫെഷന് പോകുന്ന ഒരാൾ ആ വ്യക്തി എല്ലാം ഹോൾഡ് അപ്പ് ചെയ്യാതെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്, തുറന്നു വെക്കുകയാണ്.
ദൈവം സ്വർഗം പൊറുക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി. ആൻഡ് ദാറ്റ് എൻഷുവേഴ്സ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഇനി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നുണ്ട്, ഒരു ഉള്ളിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ ഗിൽറ്റും പൂർണ്ണ ഹൃദയത്തോടുകൂടി തുറന്നു പറയുമ്പോൾ തന്നെ ഭാരങ്ങളെല്ലാം മാറി ഒരു തൂവൽ കണക്കെ ഒരാൾക്ക് പറന്നു കയറുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അഴുക്കുവസ്ത്രം ധരിച്ച ഒരാൾ അഴുക്കുവസ്ത്രം വെളുപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് കുമ്പസാരം. ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ കുമ്പസാരം മുടക്കാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും, അച്ഛന്മാർ കുമ്പസാരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. പഴയ നിയമത്തിൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രധാന പുരോഹിതൻ നിൽക്കുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ്. അയാളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പിശാച് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ദൂതന്മാർ നിൽക്കുന്നുണ്ട്. ദൈവം പെട്ടെന്ന് പറയുന്നുണ്ട്, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുക. നീ എൻ്റെ ചിട്ടകളും കൽപ്പനകളും ഇനി പാലിക്കുകയാണെങ്കിൽ എൻ്റെ ആലയത്തിൻ്റെ അധിപനാക്കി ഞാൻ നിന്നെ നിലനിർത്തും. അപ്പോൾ പഴയ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് പുതിയ വസ്ത്രം ധരിക്കലാണ് കുമ്പസാരത്തിൻ്റെ പ്രക്രിയയായിട്ട് മാറുക. അതത്ര നിസ്സാരമാണെന്ന് പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. വല്ലാതെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇരിക്കുന്ന ജീവിതത്തെ നോക്കി അമ്പരപ്പോടുകൂടി ഒരുവൻ ഒരു പുരോഹിതന് മുമ്പിൽ ചെന്ന് ചോദിക്കുന്നു, കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് എൻ്റെ ജീവിതം, ഇതെങ്ങനെ ശരിയാക്കാനാണ്? അദ്ദേഹം പറഞ്ഞു, കുത്തഴിഞ്ഞ പുസ്തകം ശരിയാക്കാൻ ഒരു ചരട് മാത്രം മതിയല്ലോ എൻ്റെ കുഞ്ഞെ. അതുകൊണ്ട് ഒരു ചരട്, പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ഒരു ചരട് ചേർത്ത് ആ കുത്തഴിഞ്ഞ പുസ്തകത്തെ നേരെയാക്കിയാൽ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കുത്തുങ്കോമയുമാണ്. നല്ലതെല്ലാം വീണ്ടും തുടങ്ങാവുന്നതേ ഉള്ളൂ എന്ന സമാശ്വാസത്തിൻ്റെ വാക്കാണ് കുമ്പസാരക്കൂട്ടിൽ ഒരാൾ ഹൃദയത്തിൽ ഏറ്റ് വാങ്ങുന്നത്. അയാളുടെ ജീവിതത്തിൽ പുതിയൊരു പുറപ്പെടാരംഭിക്കുകയാണ്. അയാൾ പുതുതായിട്ട് തൻ്റെ തന്നെ വർത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു പ്രോസസ്സ് നൽകുന്ന കുമ്പസാരത്തെ അത്രക്കങ്ങ് തള്ളിപ്പറയുന്നത് അത്ര നല്ല കാര്യമാണോ? വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു പുതിയ തുടക്കത്തിൻ്റെ യാത്രയാണ് കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവൻ അനുഭവിച്ചറിയുക. മർക്കസ് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ കുന്തിരിക്ക മണമുള്ള കുമ്പസാരക്കൂടുകളെക്കുറിച്ചും അവിടെ തന്നിൽ സംഭവിച്ച, കുട്ടിക്കാലത്ത് സംഭവിച്ച വിമലീകരണ പ്രക്രിയകളെക്കുറിച്ച് എഴുതുന്നുണ്ട്. ടാഗോർ പറയുന്നുണ്ട്, വീട് വിട്ടു പോയവൻ എവിടെ കലഞ്ഞാലും അവസാനം തിരികെ വരാൻ അവനൊരു വീട് വേണം, അവിടെ വിളക്കം കൊളുത്തി കാത്തിരിക്കുന്ന ആരെങ്കിലും വേണം. ഈ തിരികെ വരുവാൻ വേണ്ടി പ്രചോദനം നൽകുന്ന വെട്ടമുള്ള ഒരു ഇടത്തെയാണ് കുമ്പസാരക്കൂട് എന്ന് വിളിക്കേണ്ടത്. ആ കുമ്പസാരക്കൂടിൽ ആ വെട്ടത്തിൻ്റെ പെട്ടിക്കകത്ത് ഒരാൾ വെട്ടം തൊട്ടെടുക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലൊരു വിമലീകരണ പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. കാൻഡിൽസ് ഫോർ മഡോണ എന്ന ഹെൻറിച്ച് ബോയിലിൻ്റെ സുന്ദരമായ ചെറുകഥയിൽ കുമ്പസാരക്കൂടിനരികിൽ വന്ന് നിൽക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ചിത്രീകരണം ഇങ്ങനെയാണ്. അയാൾ പല ദിവസങ്ങളായിട്ട് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ഏതോ ഒരു സ്ഫടികപാത്രം പോലെയാണ്. പുറമേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശുദ്ധമായ ജലമാണ്. പക്ഷേ കൈയിട്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞാൽ അകത്തു നിന്നും അഴുക്കിൻ്റെ കൂമ്പാരങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരും. ആ അഴുക്കൊന്ന് ഒഴിച്ച് കളയുവാനുള്ള ഒരിടമാണ് കുമ്പസാരക്കൂട്. അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. ഞങ്ങളൊന്ന് കുമ്പസാരിച്ച് ഞങ്ങളുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന മൃതഭാവങ്ങളെ മാറ്റിക്കളയട്ടെ. ഇനി നമ്മൾ ഒരിക്കലും തുറന്നു പറയാതെ കൊണ്ടു കിടക്കുന്ന ഗിൽറ്റ് ഫീലിംഗ് ആണ് ടോക്സിക് ഗിൽറ്റായിട്ട് മാറുക. അതൊന്ന് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഒരാളുടെ ടോക്സിക് അവസ്ഥകൾ മാറിയിട്ട് അയാൾ ഹെൽത്തി അവസ്ഥയിലേക്ക് വഴിമാറുന്നുണ്ട്. അങ്ങനെ ഒരു യാത്ര അയാൾ നടത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു പുറപ്പാട് സംഭവിക്കുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന പോലെ പന്നിക്കൂട്ടിൽ കിടന്നവന് സുബോധമുണ്ടായി, അവൻ അപ്പൻ്റെ വീട്ടിനെക്കുറിച്ചുള്ള ഓർമ്മയാൽ വീട്ടിലേക്ക് തിരികെ നടന്നു. അവിടെ വാതിലടക്കാത്ത അപ്പൻ്റെ വീട്ടിൽ അവന് സ്വീകാര്യതയുണ്ട്, അവന് പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നുണ്ട്, പുതിയ ജീവിതം സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്. അത് തിരിച്ചറിയുന്നതുകൊണ്ടല്ലേ ഒരുപാട് ആളുകൾ കുമ്പസാര വേദിയിൽ നിരനിരയായി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ നഗരത്തിലേക്ക് ചില പള്ളികൾക്ക് സമീപം എത്രയെത്ര
യുവ സുഹൃത്തുക്കളാണ് കുമ്പസാരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. അവരൊക്കെ ന്യൂറോസിസ് ബാധിച്ചവരാണ്. എത്ര പേര് എത്ര സമയം നീണ്ടു നിന്നാലും ആ ക്യൂവിൽ നിന്നുകൊണ്ട് കുമ്പസാരം സ്വീകരിച്ച് പുതിയ വ്യക്തികളായിട്ട് ജീവിതത്തിലേക്ക് പിച്ചവെക്കുന്നത് കണ്ടിട്ടില്ലേ? അവരൊക്കെ ഭ്രാന്തമായ ഏതു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നവരാണോ? ഇനി ഈ ഒട്ടും അഭ്യസ്ത വിദ്യരല്ലാത്ത ആളുകളാണ് കുമ്പസാരത്തിനും മറ്റും വരുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഏറ്റവും അധികം പഠിച്ചുയർന്നിട്ടുള്ള എല്ലാ തരത്തിലും മുന്നേ പറക്കുന്ന പക്ഷികളായിട്ടുള്ള ആളുകൾക്കും ഇടക്കൊന്ന് താളം തെറ്റുമ്പോൾ താളം വീണ്ടെടുക്കുവാനുള്ള ഉത്തമ വേദിയാണ് കുമ്പസാരത്തിൻ്റെ വേദി. മറന്നുപോയ പാട്ട് തിരികെ കണ്ടെത്തുവാൻ വേണ്ടി, ഉറഞ്ഞുപോയ ഊഷ്മളത വീണ്ടും തൊട്ടെടുക്കുവാൻ വേണ്ടി, അതിനാണ് അവർ കുമ്പസാരക്കൂട്ടിലേക്ക് വരിക. അതുകൊണ്ട് ആരൊക്കെ കുമ്പസാരത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും കുമ്പസാരക്കൂടുകൾ പള്ളിക്കകത്തെ പള്ളി പോലെ നിലകൊള്ളും. ഇനി അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരക്കൂട്ടിൽ കേൾക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നുള്ള ഒരു വ്രതം അവരെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫെഷണൽ സീക്രട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ പേരിൽ കൺഫെഷണൽ സീക്രട്ട് പുറത്തു പറയുവാൻ പറ്റാതെ പുറത്ത് പറയാതിരുന്ന നിമിത്തം മരണം സ്വീകരിച്ച ആളുകളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം സെയിൻറ്റ് ജോൺ നെബുൻസിയാനോ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം രാജ്ഞി കുമ്പസാരിച്ചപ്പോൾ രാജ്ഞി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ 3 വട്ടം രാജാവ് ഇയാളെ നിർബന്ധിക്കുന്നുണ്ട്. 3 വട്ടവും പലതരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട്. വധശിക്ഷ നൽകുമെന്നുള്ള വല്ലാത്തൊരു താക്കീത്, ഇനി ഉന്നത സ്ഥാനമാനങ്ങൾ നൽകുമെന്നുള്ള പ്രലോഭനങ്ങൾ ഒന്നും വകവെക്കാതെ അദ്ദേഹം കൺഫെഷണൽ സീക്രട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അയാളെ പുഴയിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു ഈ മഹാവിശുദ്ധനായ വ്യക്തിയെ. ഒരു പാരമ്പര്യം അനുസരിച്ച് രുദ്രഭാവത്തിലിരുന്ന പുഴ പോലും ശാന്തമായി മാറിയത്രേ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു നോവലുണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഐ കൺഫസ് എന്ന പേരിൽ. അതിൽ ഒരു അച്ഛൻ്റെ വേഷം ഒരാൾ പെട്ടെന്ന് കടമെടുത്ത് ആ വേഷം ധരിച്ച് ഒരു കൊലപാതകം നടത്തുന്നുണ്ട്. അയാളെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്ന് കുമ്പസാരിക്കുകയും ചെയ്തു. ഇനി കുമ്പസാര രഹസ്യത്തിൻ്റെ ഭാരം ചുമക്കേണ്ടത് ഈ അച്ഛൻ തന്നെയാണ്. അയാളിങ്ങനെ പുറത്തു പറയാതെ ഭാരം വഹിച്ചു നടക്കുമ്പോൾ കുറ്റക്കാരനായി വിധിക്കപ്പെടുകയാണ്. ആ ഭംഗിയുള്ള സീനുകളിലൊന്നിൽ ഈ അച്ഛൻ ഒറ്റയ്ക്ക് കുരിശിൻ്റെ വഴി നടത്തി പോകുന്നുണ്ട്. കാരണം അയാളുടെ ഇനിയുള്ള യാത്രയൊക്കെ കുരിശിൻ്റെ വഴിയാണ്. കൺഫെഷണൽ സീക്രട്ട് എന്ന ഭാരവും ചുമന്നുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്തുവാൻ പറ്റാതെ കുരിശിൻ്റെ ഭാരവും താങ്ങി അയാൾ പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഒരു ക്രൂശിത രൂപത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന അച്ഛൻ്റെ ചിത്രമുണ്ട്. വിതുമ്പുന്ന 4 കണ്ണുകളിൽ നിന്നും കണ്ണീർ പ്രവാഹം ഉണ്ടാകുന്നില്ല, പക്ഷേ ചങ്ക് പൊടിഞ്ഞ് ചോര പുറത്തേക്ക് ഒഴുകുന്നുണ്ടാകാം. ജഡ്ജ് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ആ സൈലൻസിനെ കുറിച്ച് പറയുന്നത് ചിതറിപ്പിച്ച് കളയുന്ന, സ്വന്തം ജീവിതത്തെ ചിതറിപ്പിച്ച് കളയുന്ന സൈലൻസ് എന്നാണ്. പക്ഷേ ചിതറിപ്പിച്ച് കളയുന്ന ആ സൈലൻസ് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ സൗഖ്യദായകനായി, മുറിവേറ്റ സൗഖ്യദായകനായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൺഫെഷൻ മുറിവടക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ മറ്റുള്ളവരുടെ പാപങ്ങൾ കേട്ടറിഞ്ഞ് ആസ്വദിക്കുന്ന ഒരു ന്യൂറോട്ടിക് വ്യക്തി വന്ന് ചേരുന്നില്ല. ഇതൊന്ന് മനസ്സിലാക്കണം. ആ കുമ്പസാരക്കൂട്ടിൽ വന്നു ചേരുന്ന വ്യക്തിക്ക് അനുഭവിക്കുന്ന ആനന്ദം അയാളെ പുതിയൊരു ലോകത്തിലേക്ക് നയിക്കുന്നുണ്ട്. വീണ്ടും G.K. ചെസ്റ്റർട്ടൻ്റെ വാക്കുകൾ, ഒരു പവിഴ കൊട്ടാരത്തെ നോക്കി നിന്നുകൊണ്ട് വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ച് തൻ്റെ ഒരു പുതിയ തുടക്കം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്ന കുട്ടിയെപ്പോലെ ഒരാൾ കുമ്പസാരക്കൂട്ട് വിട്ട് ജീവിതത്തിലേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ട കല്ലെറിയുന്ന ചങ്ങാതിമാരെ, ഞങ്ങളൊന്ന് കുമ്പസാരിച്ചോട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. മനസ്സമാധാനത്തോടെ ഞങ്ങളൊന്ന് കുമ്പസാരിപ്പിച്ച് ഞങ്ങളെ തന്നെ ഒന്ന് മെച്ചപ്പെടുത്തിട്ട് എല്ലാവർക്കും നല്ല യാത്ര നേരുന്നു.